നമുക്കിനി എന്താണ് LDF ക്യാമ്പിലെ ഒപ്പം BJPയുടെ ഒക്കെ പുതിയ നീക്കങ്ങൾ എന്നുകൂടി അറിയേണ്ടതുണ്ട് അല്ലെ അമൃത? അതെ, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, LDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കളം നിറയുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇനിയിപ്പോൾ പ്രചാരണമൊക്കെയായി തകൃതിയായി തിരക്കിലായിരിക്കുമല്ലേ? അമൃത, പ്രജിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പട്ടിക വൈകുന്നുണ്ട്. പക്ഷേ രൂക്ഷമായിട്ടുള്ള അമർഷമുണ്ട് ചിലർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് ഇടയിലെങ്കിൽ പോലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഗൃഹസന്ദർശന പരിപാടി ആരംഭിക്കുകയാണ്. രാവിലെ 8 മണിക്ക് അദ്ദേഹം ആരംഭിക്കുക ഔദ്യോഗികമായി. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല എന്നുള്ളതാണ്. LDFിലേക്ക് പോവുകയാണെങ്കിൽ LDF മുന്നേ തന്നെ, അതായത് നിമിഷങ്ങൾക്കകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു കൊണ്ടുവന്നു. ക്യാമ്പയിനുമായി സജീവ സാന്നിധ്യമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NDAയും 40-ലധികം സീറ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സജീവ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം രാജീവ് ചന്ദ്രശേഖറിന്റെ വൻപിച്ച ഒരു റോഡ് ഷോ എന്ന് തന്നെ നമുക്ക് പറയാം. നിയമമണ്ഡലത്തിൽ സജീവമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോൾ കാട്ടാക്കട PK കൃഷ്ണദാസിന്റെ തെരഞ്ഞെടുപ്പ് കാര്യാലയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകുന്നേരം 3 മണിക്ക് അദ്ദേഹം കാട്ടാക്കടയിൽ പ്രചരണം ആരംഭിക്കുമെന്നുള്ളതാണ്. ഒരു സ്റ്റാർ ക്യാമ്പയിനറായി തന്നെ സുരേഷ് ഗോപിയെ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വിവരം ലഭ്യമാണ്. എന്തായാലും NDAയുടെ 2ാം ഘട്ട പട്ടിക ഇന്നുണ്ടായേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും NDAയിൽ ചില അമർഷങ്ങൾ പുകയുന്നുണ്ട്. കാരണം കാമരാജ് കോൺഗ്രസിനടക്കം, ഘടകകക്ഷിയായിട്ടുള്ള കാമരാജ് കോൺഗ്രസ് അടക്കം ഒരു വലിയ അമർഷത്തിലാണ്. കാരണം അവർ 6 സീറ്റ് ആവശ്യപ്പെട്ടു. അവസാനം 2 സീറ്റ് മാത്രമാണ് അവർക്ക് നൽകിയത്. കോഴിക്കോടും അതുപോലെ തന്നെ അരുവിക്കരയും. പാറശാല അവർ വേണമെന്ന് വലിയ രീതിയിലുള്ള ശാഠ്യം പിടിച്ചെങ്കിലും പാറശാല BJP തന്നെ നേരിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ചില അമർഷം അവർക്കുണ്ട്. എന്തായാലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് 2ാം ഘട്ട പട്ടിക NDA ഇന്നോ നാളെയോ അത് പ്രഖ്യാപിക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അമൃത, പ്രജിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.